നമസ്കാരം. പാലക്കാട് അപകടത്തിൽ മരിച്ച 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ വീഴ്ച ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു തന്നെയാണ് മന്ത്രി വിഷയത്തിൽ ഇന്ന് പ്രതികരിച്ചത്. പനയമ്പാടത്തെ റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, കെ കൃഷ്ണൻകുട്ടി എന്നിവരുമായി സംസാരിച്ചിരുന്നു എന്നും നാളെ പാലക്കാട് പോകുമെന്നും റോഡിനെ സംബന്ധിച്ച് അടിയന്തരമായി പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി ലിസ്റ്റ് തരാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോൺട്രാക്ടർമാരാണ് റോഡ് എങ്ങനെ നിർമ്മിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെ ഒരു എഞ്ചിനീയർക്ക് സ്ഥാനവുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. ദേശീയപാത അതോറിറ്റി റോഡ് ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണെന്നാണ് തനിക്ക് മനസ്സിലായിട്ടുള്ളതെന്നും മന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഇതൊക്കെയാണ് കുഴപ്പങ്ങൾക്ക് കാരണം. ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറങ്ങി വന്ന് സൈറ്റിൽ നിന്നാണ് റോഡുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. യാതൊരു ശാസ്ത്രീയ മാനദണ്ഡവും ഇക്കാര്യത്തിൽ പാലിക്കുന്നില്ല. പ്രാദേശികമായ പ്രശ്നങ്ങൾ കേട്ടിട്ട് വേണം റോഡുകൾ ഡിസൈൻ ചെയ്യാനെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രാദേശിക പ്രശ്നങ്ങളിൽ ചർച്ചയില്ലെന്നും ഇത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് നാളെ സന്ദർശിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പനയമ്പാടത്ത് ലോറി അപകടം നടന്ന സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നും ഹൈഡ്രോപ്ലെയിനിക് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിതെന്നുമാണ് RTO പറയുന്നത്. ലോഡ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം ശരിയാണ്. ഓവർലോഡ് ഇല്ല, ടയറുകൾക്കും പ്രശ്നമില്ല, അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്. മുമ്പ് ഇവിടെ അപകടം നടന്നതുകൊണ്ട് IIT പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടായതെന്ന് RTO വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി. റോഡിന് തെന്നൽ ഉണ്ടായിരുന്നു. ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത്. ഇന്നലെ പാലക്കാട് കല്ലടിക്കോട് വാഹനാപകടത്തിൽ 4 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ നടത്തിയത്. റോഡ് നിർമ്മാണത്തിലെ അപാകത മൂലം ഇവിടെ അപകടം പതിവായി ഉണ്ടാകുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്.